എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഓഫീസ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴുണ്ടോ ലിഫ്റ്റ് പണി മുടക്കി നിൽക്കുന്നു. ഒരു ലിഫ്റ്റ് നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ അടുത്തൊന്നും വർക്ക് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ 12th ഫ്ലോറിലാണ്. ഇനി അവിടെ നിന്ന് ഞാൻ താഴോട്ട് ഇറങ്ങണം. എനിക്ക് തുറക്കുമ്പോൾ ഇരുട്ട് കാണുമ്പോൾ ഒരു പേടിയാണ്. എന്നാലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടാൻ തന്നെ തീരുമാനിച്ചു. ഇതെനിക്കൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇറങ്ങുന്നത്. അപ്പോൾ ഇനി ഞാനത് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് കാണിക്കാം. കാരണം ഞാൻ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് വേഗം ഇറങ്ങുമായിരുന്നു പിടിച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ തുറന്നു നോക്കുന്നുണ്ട് ഡോറ്, ഇനി എങ്ങാനും ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ 9th ഫ്ലോറിൽ എത്തിയപ്പോഴാണ് നോക്കിയപ്പോൾ 9 എന്ന് വെറുതെ അവിടെ കാണിക്കുന്നേ ഉള്ളൂ. ലിഫ്റ്റ് അനങ്ങുന്നേ ഇല്ല. ലിഫ്റ്റ് അവിടെ സ്റ്റക്കായിട്ട് ഓപ്പണായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു ഒരു ലിഫ്റ്റ്. ഒരെണ്ണം പിന്നെ വർക്ക് ചെയ്യുന്നേ ഇല്ല. പിന്നെ ഞാൻ ഒട്ടും സമയം കളയാൻ നിന്നില്ല, കാരണം നമുക്ക് ബസ് പോകുന്നുള്ളത് കൊണ്ട് പെട്ടെന്നേ വേഗം ഇറങ്ങി. അപ്പം നമുക്ക് ഈദിൻ്റെ 9 ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൺഡേ ഞാൻ ഓഫീസിൽ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വെതർ അലേർട്ടൊക്കെ വന്നിട്ട് ട്യൂസ്ഡേ വെനസ്ഡേ ഓഫീസില്ല, വർക്ക് ഫ്രം ഹോം ചെയ്യാം. അങ്ങനെ ഇത് വ്യാഴാഴ്ചയാണ് ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയത്. അതും ഇങ്ങനെയായി ഗൈസ്. हाँ 9th फ्लोर में है. 9th फ्लोर पे है. आपके पहले आपके दीदी लगेंगे. हाँ वो भी रुके थे वहीं पे 12th फ्लोर पे. Oh my God. It will be fixed right evening time. नहीं उनके 10 क्लॉक तक. അങ്ങനെ ഞാൻ ടൈം നോക്കിയായിരുന്നു. ഞാനൊരു 4 മിനിറ്റ് താഴെ എടുത്തുള്ളൂ താഴേക്ക് എത്താനായിട്ട്. ഞാൻ എന്നാലും വിചാരിച്ചതിനേക്കാളും അത്ര സീനൊന്നും ഉണ്ടായിരുന്നില്ല ഇറങ്ങാനായിട്ട്. കയറുമ്പോഴായിരിക്കും പാട്. പിന്നെ ഞാൻ പെട്ടെന്ന് കൈയൊക്കെ ഒന്ന് സാനിറ്റൈസർ ചെയ്ത് വൈപ്പ് ചെയ്തു. കാരണം ആ ഒരു കോണിപ്പറ്റയുടെ പിടി മുഴുവനും ഭയങ്കര പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടിട്ട് ആരും യൂസ് ചെയ്യാറില്ലല്ലോ അങ്ങനെ ഞാൻ ബസ് നോക്കി കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ബസ് വന്നത്. നമ്മുടെ ഈ റൂട്ടിലൊന്നും വെള്ളമില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊന്നും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, ബസ് പോകുന്നത് വേറെ റൂട്ടിൽ കൂടിയാണ്. കാരണം സാധാ പോകുന്ന റൂട്ടിൽ കൂടിയേ അല്ല ബസ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂട്ടിൽ കൂടിയാണ് സാധാരണ ബസ് പോകാറ്. പക്ഷേ ഇവർ റൂട്ട് മാറ്റി വിട്ടു. കാരണം അവിടെ ഫുൾ വെള്ളമായിട്ട് അതിലേക്ക് കടക്കാനേ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഈ മെയിൻ റോഡെല്ലാം ഇങ്ങനെയാണെന്ന് പുറത്തിറങ്ങിയപ്പോഴാട്ടോ മനസ്സിലായത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല 2 ദിവസമായിട്ട്. അങ്ങനെ കുറേ പേർക്ക് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്നറിയാം. എന്നാലും ഇടയ്ക്കൊരു മഴ പെയ്യുന്നത് ഒരു ആശ്വാസം തന്നെയാണ്. പക്ഷേ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കും സങ്കടമാകും അങ്ങനെ. പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ. ഇത് ദുബായ് അല്ലേ, ഇത് പെട്ടെന്ന് ശരിയാക്കുക വരും. ഇതിപ്പോൾ 2 ദിവസം മാക്സിമം അതിനുള്ളിൽ ഒരു വെള്ളം പമ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതെന്തായാലും പെട്ടെന്ന് തന്നെ അവർ ക്ലിയർ ആക്കി എടുക്കും. പിന്നെ എനിക്കിന്ന് ഓഫീസിൽ പോകണമെന്ന് എനിക്ക് വാശി പിടിച്ച് ഞാൻ പോയതായിരുന്നു. കാരണം 9 ദിവസം ഇരുന്ന് എനിക്ക് മടുത്ത്. പിന്നെ 2 ദിവസം ഞാൻ പിന്നെ ഇരുന്നു. അങ്ങനെ ബോട്ടിൽ കൂടി വരുന്നൊരു ഫീലായിരുന്നു ബസ്സിൽ വന്നപ്പോൾ. പിന്നെ മെട്രോ സ്റ്റേഷനിൽ എത്തിയപ്പോഴേ അവർ പറഞ്ഞായിരുന്നു അബുഹയിൽ വരെ ഉള്ളൂ മെട്രോ. അത് കഴിഞ്ഞിട്ട് റെഡ് ലൈനിലേക്ക്, ഗ്രീനിൽ നിന്ന് റെഡിലേക്ക് മാറി കയറണം എന്നുണ്ടെങ്കിൽ യൂണിയൻ പോകണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും കുഴപ്പമില്ല പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്നപ്പോഴാണ് ഇമാതിരി കണ്ട ജനങ്ങളെല്ലാം അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇച്ചിരി നേരത്തിന് മുമ്പിൽ തന്നെ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് ആൾക്കാരായിട്ട് കവർ ചെയ്തു. കാരണം ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ റെഡ് ലൈനിലേക്ക് മാറി കയറാനായിട്ട്. അപ്പോഴാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടത്. ആളുടെ കൊളീഗ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഓഫീസ് ഗ്രീൻ ലൈനിൽ തന്നെയാണ്. പിന്നെ അടുത്തായതുകൊണ്ട് അവരുടെ ഒരു കൊളീഗ് വന്നിട്ട് അവരെ പിക്ക് ചെയ്തു. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമായിരുന്നു. കാരണം റെഡിലേക്ക് മാറാനായിട്ട് എനിക്ക് ബസ്സും കിട്ടുന്നില്ല. റെഡിലേക്ക് മാറിയാലും എൻ്റെ ഓഫീസ് വരെയുള്ള മെട്രോ സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ പകുതി ഇറങ്ങിയിട്ട് പിന്നെയും വേറെ ബസ് പിടിച്ച് കയറേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ സാറിനെയും HR-നെയൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറ്റുമെങ്കിൽ വായോ, ഇല്ലെങ്കിൽ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും റിസ്ക് എടുക്കാതെ ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് തിരികെ വരാനായിട്ടും പാടായിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം, ലിഫ്റ്റ് ശരിയാവണേ ദൈവമേ, ഇല്ലെങ്കിൽ എനിക്ക് ഈ 12 നില കയറാൻ പറ്റില്ല എന്നായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് ഞാൻ എത്തുന്നതിന് കുറച്ച് മുന്നേ ലിഫ്റ്റ് ശരിയായുള്ളവരവിടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റ് ശരിയായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ വിട്ടുപോയാൽ എനിക്ക് ടെൻഷനായിരുന്നു ഞാൻ എങ്ങനെ മുകളിലേക്ക് കയറുന്നു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കൊണ്ടുപോയ ലഞ്ചൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ വീടെത്തിയ സമയം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 9:15, ഞാനൊരു 6 മണിക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശപ്പുണ്ട്. അങ്ങനെ ഞാൻ കൊണ്ടുപോയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. പാസ്തയായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കൂടുതൽ എടുക്കാറുണ്ട്, കാരണം എൻ്റെ കൊളീഗ്സിനും കൂടി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ഞാൻ കഴിക്കില്ല. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഞാൻ വേഗം കഴിച്ചു. കാരണം വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എൻ്റെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യാനിരുന്നു വേണം പറയാനായിട്ട്.
UAE ചരിത്രത്തിൽ 75 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നതെന്ന് പറയുന്നത്. അതുപോലെ ഇത് ക്ലൗഡ് സീഡിങ് അല്ല എന്നും പറയുന്നുണ്ട്, ന്യൂനമർദ്ദം കാരണം വന്ന മഴയാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും നാൾ തണുപ്പ് അനുഭവപ്പെടുന്നത്. തണുപ്പെന്നല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ഈ പ്രാവശ്യം നോമ്പിൻ്റെ ഒക്കെ ഒരു സമയമായപ്പോഴേക്കും നല്ല ചൂടായിരുന്നു. പക്ഷേ ഈ വർഷമാണ് ആദ്യമായിട്ട് ഇത്രയും നാൾ നല്ല വെതർ ലോങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. മഴയാണ് എന്നുള്ളത് ഒരു സൈഡിലും, പക്ഷേ ഇത് ഇപ്പോഴും തണുപ്പാണെന്നുള്ളൊരു ഹാപ്പിനെസ് വേറൊരു സൈഡിലും ഇപ്പോഴും ഉണ്ട്. വർക്ക് ഫ്രം ഹോം ഒക്കെയാണ്, പക്ഷേ എനിക്കെന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. അങ്ങനെ എൻ്റെ ജോലി അങ്ങനെ വർക്ക് ഫ്രം ഒന്നും ചെയ്യാൻ പറ്റിയ ഒരു ജോലിയല്ല. ഞാൻ എപ്പോഴും ഇതുപോലെ എല്ലാവരും വർക്ക് ഫ്രം ഹോം എടുക്കുന്നതും ഒട്ടായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ലോ. വേണ്ട, അറ്റ്ലീസ്റ്റ് നമുക്ക് പീരീഡ്സ് ആവുന്ന സമയത്തെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും നല്ലതെന്ന് ആലോചിക്കാറുണ്ട്. പക്ഷേ ഈവൻ കൊറോണയുടെ സമയത്ത് പോലും ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം കിട്ടിയിട്ടില്ല. അപ്പോഴും ഞങ്ങൾക്ക് 15 days ഫോഴ്സ്ഡ് ലീവ് തന്നിട്ട് അതും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഓഫീസിൽ വന്ന് പോവുകയാണ് ചെയ്തത്. കാരണം നമ്മൾ അവിടെ ഇല്ല, അത് പറ്റില്ല. നമ്മുടെ വർക്കിൻ്റെ നേച്ചർ അങ്ങനെയാണ്. ഞാനിപ്പോൾ എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഔട്ട്ലുക്ക് നോക്കുക എന്നുള്ളതാണ്. കാരണം എൻ്റെ ജോലി അത് അങ്ങനെയുള്ളൊരു ജോലി ആയതുകൊണ്ട്. പിന്നെ ഇത് സപ്ലയേഴ്സിൻ്റെ പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ എനിക്ക് കോള് വരും എല്ലാ ദിവസവും. ആഫ്റ്റർനൂൺ 1:30 to 4 o'clock ആണ് അവർക്കുള്ള കോളിംഗ് ടൈം. അതുപോലെ മെയിൽസ്, പിന്നെ പേയ്മെൻറ്റ് എടുക്കുന്നതായാലും എല്ലാം നമ്മൾ കുറേ കൂടി പേപ്പർ ഡിപ്പെൻഡൻ്റ് ആണ് ഇപ്പോൾ. എല്ലാം ഫുള്ളായിട്ട് ഓൺലൈൻ ആയിട്ട്. ഇപ്പം ഞാനവിടെ ഇല്ലെങ്കിലും ഒരാളവിടെ എന്തായാലും വേണം. പിന്നെ അവിടെ ജോയി അവിടെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ജോയി നോക്കിക്കോളും. സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിലിരുന്ന് മടുത്തു. 9 ദിവസം ഇതിൻ്റെ ഹോളിഡേയ്സ് ആയിരുന്നു. അപ്പോൾ അപ്പോഴേ നമ്മൾ ആകെ ഒരു ദിവസം പുറത്തു പോയുള്ളൂ, ബാക്കി എല്ലാ ദിവസവും വീട്ടിൽ തന്നെ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത്, യൂണിഫോമാണ് എന്നാലും അതൊക്കെ റെഡിയാക്കി, ഞായറാഴ്ച ബാഗൊക്കെ റെഡിയാക്കി യൂണിഫോമൊക്കെ റെഡിയാക്കി പോകുമ്പോൾ അങ്ങനെ പോകാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ വെതർ അലേർട്ടും ഇതൊക്കെ വന്നത്. തിങ്കൾ ചൊവ്വ ബുധനായിരിക്കും മഴ എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ പിന്നെ മഴ അത് അവർ ചൊവ്വയും ബുധനും ആയിരുന്നു മഴ വന്നത്. തിങ്കളാഴ്ച അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു മഴ പെയ്യില്ലായിരിക്കും. ഞങ്ങൾ എന്തായാലും ചോദിച്ചു ഓഫീസിൽ വരേണ്ട, സ്കൂളിൽ നിന്നായിട്ട് എൻ്റെ വായിൽ വരണം, ഓഫീസിൽ വരേണ്ടി വരായിരിക്കുന്നത്. പക്ഷേ ഇല്ല. അപ്പം നമുക്ക് ചൊവ്വാഴ്ച വൈകിട്ടും ബുധനാഴ്ച വൈകിട്ടും നമുക്കിങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു വർക്ക് ഫ്രം ഹോം ആണ്, വീട്ടിലിരുന്നാൽ മതി, വരേണ്ട ആവശ്യമില്ലാന്ന്. പിന്നെ ഇന്ന് എനിക്ക് എന്തായാലും പോകണമെന്ന് എനിക്ക് വാശിയായിരുന്നു. കാരണം എനിക്ക് വീട്ടിലിരുന്ന് മടുത്തു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ. പിന്നെ അപ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 2 ദിവസം ഇവിടെ ഇരുന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ പക്ഷേ കുറേ സ്ഥലങ്ങളിലൊക്കെ മാളുകളിലായാലും വണ്ടികൾക്കൊക്കെ ആയാലും പ്രശ്നം പറ്റിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ദൈവം സഹായിച്ച് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു, നമ്മളെങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ വെതർ അലേർട്ടൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ വീട്ടിൽ അടങ്ങിയിരിക്കുക. മീൻസ് ഇപ്പോൾ ഇവർ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ പുറത്തിറങ്ങരുത് എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അങ്ങനെ ഇനി നാളെ എന്തായാലും ഞാൻ ഓഫീസിൽ പോകും. പിന്നെ വേറെ മെയിനായിട്ടുള്ളൊരു കാര്യം, അല്ല നിങ്ങളെന്താ ഫോണും നോക്കി ചിന്തിക്കുന്നത്? അതല്ലട ഷാദി, ഒമാനിലും UAE-ലും ബഹ്റൈനിലും എല്ലായിടത്തും മഴ പെയ്തില്ലേ? എത്ര വീട്ടിൽ വെള്ളം കയറി, എത്ര വണ്ടിയിൽ വെള്ളം കയറി. നാട്ടിൽ നിന്ന് ഒരാൾ നമ്മളൊക്കെ മെസ്സേജ് അയച്ചിട്ട് എല്ലാവരും നീ സുരക്ഷിതമാണോ, നീ മറ്റേ വീട്ടിൽ വെള്ളം കയറിന, ഇങ്ങനെ ഓക്കെ അല്ലേ എന്നൊരു വിളിച്ചു വെച്ചു ഒരാൾ. പോട്ട് ഒരു മെസ്സേജ് എല്ലാം ഫ്രീ അല്ലേ, ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് നീ സുരക്ഷിതം ചോദിച്ചിട്ടില്ല. എന്താ ചെയ്യല്ലേ? നമ്മ ഇപ്പൊ നാട്ടിലാണെങ്കിൽ എത്ര വട്ടം വിളിച്ചു, എല്ലാവരും നിങ്ങൾ ഓക്കെ അല്ലേ, നിങ്ങൾ ഇതാക്കലല്ലേ. പ്രവാസിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെ. നാട്ടിലൊക്കെ എന്തെങ്കിലും ആണെങ്കിലും ഇതുപോലെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 100 പേരെ വിളിച്ച് ചോദിക്കും എന്തായി, എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഈ പ്രാവശ്യം എന്നെ വിളിച്ചത് അന്വേഷിച്ചതൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരുന്നു. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എടുത്തു പറയേണ്ട ഒരാളാണ് സോയ. താങ്ക് യു സോ മച്ച്. ഞാൻ സേഫാണ്. അപ്പോൾ എനിക്ക് ആ കമൻ്റ് ഇട്ടായിരുന്നു സോയ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ, സോയ നമ്മുടെ സബ്സ്ക്രൈബറാണ്, നമ്മുടെ ഫാമിലിയിലത്തെ ഒരു മെമ്പറാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. താങ്ക് യു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാർ നമ്മളെ പറ്റി അന്വേഷിക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ആലോചിക്കുക, അയ്യോ എന്നാലും നമ്മുടെ ആൾക്കാരായിരുന്നു നമ്മളോടൊന്നും ചോദിച്ചില്ലല്ലോ. അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ സേഫ്. എന്തായാലും സോയ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹാർട്ട് ഫോർ സോയ. അങ്ങനെ ഞാൻ ചോറ് കഴിച്ച് ഈ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ് ഗായ്സ്. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ പിന്നെയും കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം നിങ്ങളുടെ കമൻസൊക്കെ പറയണം. പിന്നെ എല്ലാവരും സേഫ് ആണോ എന്നൊക്കെ പറയണം, ദുബായിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.